റമദാനിലെ വിത്തറിലെ കുനൂത്ത് ഓതുന്ന ദിവസം, കുനൂത്ത് തുടങ്ങുന്ന ദിവസം. സാധാരണഗതിയിൽ ഷാഫി മദ്ഹബ് പ്രകാരം നമ്മൾ എല്ലാ ദിവസവും സുബഹിക്ക് എഴുത്തിദാലിൽ കുനൂത്ത് ഓതാറുണ്ട്, റമദാനിലും ഓതാറുണ്ട്. എന്നാൽ നമ്മൾ ഓതുന്ന കുനൂത്ത് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഓതുന്നത്, എന്താണ് ഈ ചോദിക്കുന്നത്? നമുക്ക് വിശദമായൊന്ന് കേൾക്കാം. കുറഞ്ഞ സമയം കൊണ്ട് പവിത്രമായ കുനൂത്തിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ, വന്നുപോയ അപാകതകളൊക്കെ മാപ്പ് ചെയ്യട്ടെ. നമ്മുടെ ചെയ്യുന്ന അഅ്മാലുകളൊക്കെ പൂർണ്ണതയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണല്ലോ നമ്മളൊക്കെ. അല്ലാഹു കബൂലാക്കട്ടെ. പരിശുദ്ധമായ റമദാൻ 15 രാവ് കഴിഞ്ഞാൽ അടുത്ത 16-ാം രാവ് മുതൽ കുനൂത്ത് ഓതാറുണ്ട് വിത്തറിൽ, അല്ലേ? വിത്തറിലെ അവസാനത്തെ റക്അത്തിൽ കുനൂത്ത് ഓതാറുണ്ട്. കുനൂത്ത് നമ്മൾ എല്ലാ സുബഹിക്കും ഓതാറുണ്ട്. സുബഹിയിലെ ഷാഫിഈ മദ്ഹബ് പ്രകാരം സുബഹിയിലെ എഴുത്തിദാലിൽ, രണ്ടാമത്തെ റക്അത്തിലെ എഴുത്തിദാലിൽ, നമ്മൾ എഴുത്തിദാലിന് ശേഷമുള്ള എഴുത്തിദാലിലുള്ള ആ ദുആയൊക്കെ പറഞ്ഞതിന് ശേഷം 2 കൈകളും ഉയർത്തിയിട്ട് കുനൂത്ത് ഓതാറുണ്ട്. ഈ കുനൂത്ത് അതുപോലെ തന്നെ നമ്മൾ ഓതാറുണ്ട് ഇവിടെ വിത്തറിൽ. ഷാഫിഈ മദ്ഹബ് പ്രകാരം വിത്തറിലെ അവസാനത്തെ റക്അത്തിൽ ഈ കുനൂത്ത് ഓതാറുണ്ട്. അത് ഞാൻ കുനൂത്ത് നോക്കിത്തരാം. اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت نستغفرك ونتوب إليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. പരിശുദ്ധമായി കുനൂത്ത് ചോദിക്കുന്നത് റബ്ബിനോട് നമ്മളുടെ വലിയ വലിയ സൗഭാഗ്യങ്ങളെ സംബന്ധിച്ചാണ്, വലിയ നിഅമത്തുകളെയാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുനൂത്തിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓതുകയാണെങ്കിൽ വലിയ നേട്ടം നമ്മളുടെ ജീവിതത്തിലുണ്ടാവും, അല്ലേ? വിത്തറിലെ അവസാനത്തെ റക്അത്ത്, വിത്തർ ഒറ്റയായ റക്അത്താണ് നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് 3 റക്അത്താണ് മൊത്തത്തിൽ നിസ്കരിക്കുന്നത് എങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം ഒറ്റ റക്അത്ത് 1 റക്അത്തായി നിസ്കരിക്കുക. അതിൻ്റെ റുക്കൂ കഴിഞ്ഞ് എഴുത്തിദാലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ എഴുത്തിദാലിലെ ദുആ നമ്മൾ സാധാരണ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർളി വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു എന്ന ആ ഒരു ദുആ കഴിഞ്ഞാൽ ഇമാമായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഇമാം എന്ത് ചെയ്യും, ഉറക്ക ആ കുനൂത്ത് ഓതും. അല്ല ഒറ്റയ്ക്കാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പതിയെ നമ്മൾ സാധാരണ ആയിട്ട് ഓതുന്നത് പോലെ എന്ത് ചെയ്യും, പതുക്കെ നമ്മൾ ഓതും. ഈ ദുആ എന്താണ് ചോദിക്കുന്നത്? അല്ലാഹുവേ ഇഹ്ദിനി ഫീമൻ ഹദൈത്, നീ സന്മാർഗം നൽകിയ ഒരുപാട് ആളുകളുണ്ട്, ആ സന്മാർഗം നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും നീ സന്മാർഗത്തിലാക്കണേ അല്ലാഹ്. അതുപോലെ വആഫിനി ഫീമൻ ആഫൈത്, നീ സുഖം നൽകിയവരുടെ കൂട്ടത്തിൽ എന്നെയും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. വതവല്ലനി ഫീമൻ തവല്ലൈത്, നീ കാര്യങ്ങൾ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ എൻ്റെ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ അല്ലാഹ്. വബാരിക് ലി ഫീമാ അഅതൈത്, നീ നൽകിയതിലെല്ലാം നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ ബർക്കത്ത് ചെയ്ത് തരണം, നീ നൽകിയതിലെല്ലാം ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. വഖിനി ശർറ മാ ഖളൈത്, നീ വിധിച്ചതിലുള്ള ഷർറുകളെല്ലാം നീ തട്ടിമാറ്റണേ അല്ലാഹ്, കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക്, നീയാണ് വിധിക്കുന്നവൻ, നിന്റെ മേലൊരാളും വിധിക്കുകയില്ല. നീയാണ് എല്ലാത്തിൻ്റെ മേലും വിധി നടപ്പാക്കുന്നവൻ, നിൻ്റെ മേലൊരാളും വിധിക്കുകയില്ല. ഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസ്സു മൻ ആദൈത്, നീ ഒരാളെ താഴ്ത്താൻ ഉദ്ദേശിച്ചാൽ അയാളെ ഉയർത്താൻ ഒരാൾക്കും കഴിയില്ല, നീ ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ചാലോ അയാളെ താഴ്ത്തിക്കളയാനും ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് നീ എന്നെ എന്ത് ചെയ്യണം, ഉയർത്തണം അല്ലാഹ്. വലാ യഇസ്സു മൻ ആദൈത്, നീ താഴ്ത്തിയ ഒരാളെ ഇസ്സത്തിലാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. തബാറക്ത റബ്ബനാ വ തആലൈത്, നീ ഉന്നതനാണ്, നീ മേലെയായവനാണ്, നിൻ്റെ പരിശുദ്ധത വാഴ്ത്തപ്പെടുകയാണ്. ബാക്കി ഫലക്കൽ ഹംദു അലാ മാ ഖളൈത് നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് ഇതൊക്കെ ഹദീസിൽ വന്നതല്ലാതെ ഇമാമിങ്ങൾ ചേർത്ത് കൊടുത്തതായും കാണാം. വസല്ലല്ലാഹുവിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിൽ കാണും, വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, നബി തങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലുമൊക്കെ സ്വലാത്ത് ചേർത്ത് ചൊല്ലുക. ഈ സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ ചില സ്ഥലങ്ങളിൽ മഹാന്മാർ ഇമാമിങ്ങൾ പഠിപ്പിച്ചാന്നാണ് റബ്ബന ഗഫിർ വർഹം വഅന്ത അർഹമുർ റഹീമീൻ എന്നൊക്കെ ദുആ ചേർത്ത് ചൊല്ലാറുണ്ട്. അത് ഖുനൂത്തിൽ പെട്ടതല്ല, പക്ഷേ നമ്മൾ ആ ചെയ്യുന്ന ദുആഇൻ്റെ ഒരു പൂർണ്ണതയായിട്ട് ചെല്ലുന്നതാണ്. ഇത് മഹാന്മാർ നമ്മുടെ ആ ഖുനൂത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാം, ആ ദുആയും കൂടെ ചൊല്ലി പൂർത്തിയാക്കിയിട്ട് സുജൂദിലേക്ക് പോകാറുണ്ട്. ഈ ഖുനൂത്ത് നിർബന്ധമുണ്ടോ? അബഅദ് സുന്നത്തുകളിൽ പെട്ടതാണ് ഖുനൂത്ത്. ബഅദ് സുന്നത്ത്, അതായത്
നമ്മൾ മനഃപൂർവ്വമോ അല്ലാതെയോ മറന്നുപോയി ഒഴിവാക്കി, എന്നാൽ അവസാനം 2 സഹ്വിൻ്റെ സുജൂദ് ചെയ്ത് പരിഹരിക്കാൻ പറ്റുന്ന സുന്നത്തുകളിൽപ്പെട്ടതാണെന്ത് ഈ ഒരു ഖുനൂത്ത് എന്നുള്ളത്. മറന്നുപോയി, ഒരാൾ മറന്നുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നീട് സുജൂദിലേക്ക് പോയപ്പോഴാണ് ഓർമ്മ വന്നത്. എന്നാൽ ആ സുജൂദ് കഴിഞ്ഞ് നമ്മൾ സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 2 സുജൂദ് ഈ മറന്നുപോയ സുന്നത്തിന് പകരമായിട്ട് എന്ത് ചെയ്യുക, ഖുനൂത്തിന് പകരമായിട്ട് സഹ്വിൻ്റെ 2 സുജൂദ് ചെയ്യുക. ആ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഖുനൂത്ത് ഓതാതെ പോയതിൻ്റെ പ്രശ്നം പരിഹരിച്ച് കിട്ടുന്നതാണ് കേട്ടോ. ഇനി ചില ആളുകൾ എന്ത് ചെയ്യും, മറന്നുപോയിട്ട് ആ സുജൂദിലേക്ക് പോയിട്ട് പിന്നെ എഴുന്നേറ്റ് വരും, ഖുനൂത്ത് ഓതിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുന്നേറ്റ് വന്നാൽ നിസ്കാരം ബാത്തിലായിപ്പോവും. ഖുനൂത്ത് മറന്നുപോയി അങ്ങ് സുജൂദിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അത് പോയി പൂർത്തിയാക്കുക. എന്നിട്ട് അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് 2 സുജൂദ് ചെയ്ത് എന്ത് ചെയ്താൽ മതി, ആ സുജൂദ് ചെയ്യലോട് കൂടിയിട്ട് നമ്മുടെ ആ നഷ്ടപ്പെട്ടു പോയ ഖുനൂത്തിന് പകരമായി കിട്ടുന്നതാണ് കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇനി ഖുനൂത്തിൻ്റെ നീളമുള്ള രൂപവും അതുപോലെ തന്നെ ഖുനൂത്ത് ഷോർട്ടാക്കിയ രൂപവും ഒക്കെ പലതും റിപ്പോർട്ടിൽ വരപ്പെട്ടിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്ന ആ ഖുനൂത്തിൻ്റെ ഒരു രൂപമാണ് ഞാൻ ഇവിടെ ചൊല്ലിയത്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഖുനൂത്തിൻ്റെ രൂപമാണ് ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ചൊല്ലിയത്. അറിയാത്ത ആളുകളുണ്ട് എങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുക. പല ആളുകളും ചിലപ്പോൾ അറിയില്ല എന്ന് കരുതി ഒഴിവാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെയ്യേണ്ട ഇബാദത്തുകളെ പറ്റിയൊക്കെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരുമാറാകട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, റമദാനിലെ 2ാമത്തെ പകുതിയിലെ വിത്തർ മുതൽ 2ാമത്തെ പകുതി മുതലുള്ള വിത്തറിൻ്റെ അവസാനത്തെ റക്അത്തിൽ ഖുനൂത്ത് ഓതൽ വലിയ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. ഖുനൂത്ത് ഓതണം. അത് നമ്മൾ സാധാരണ സുബഹിയുടെ ഖുനൂത്ത് ഓതുന്നത് പോലെ അതിന് വലിയ ഫളിലുണ്ട്. ഖുനൂത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രയും മഹത്വമുള്ള ചോദ്യങ്ങളാണ്. ഹിദായത്തിനെ പറ്റി, ആഫിയത്തിനെ പറ്റി, അതുപോലെ തന്നെ നമ്മളെ അള്ളാഹു ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച്, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഖൈർ വിധിക്കുന്നതിനെ സംബന്ധിച്ച്, അള്ളാഹു നമ്മളെ ഇസ്സത്തിലാക്കുന്നതിനെ സംബന്ധിച്ച്, ദില്ലത്തിലാക്കുന്നതിനെ തൊട്ടുള്ള കാബൽ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് ആ ചോദിക്കുന്നത്. നിസ്കാരത്തിലെ ദുആയാണ്, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട്, ഇജാബത്തുണ്ട്. അപ്പോൾ ഇത് അർത്ഥം മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി ചോദിച്ചു കഴിഞ്ഞാൽ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് വലിയ കൂലി ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ, സന്തോഷത്തിലാക്കി തരട്ടെ. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഏറ്റെടുക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.